Welcome my dear friends for my next lecture Mechanical Engineering ME352 Comprehensive Exam. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കഷനിൽ വരുന്നത്. കോംപ്രഹെൻസീവ് എക്സാം ഇങ്ങനൊരു പേപ്പർ നമ്മളെ സബ്ജക്റ്റിൽ വരുന്നുണ്ട്. അതിൽ ME352 ആണ് സബ്ജക്റ്റ് കോഡ് വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ. ഇന്ന് നമ്മളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കഷനിൽ വരുന്നത് 6th സെമസ്റ്ററിൽ വരുന്ന B.Tech ഡിഗ്രി റെഗുലർ ആൻഡ് സപ്ലിമെൻ്ററി എക്സാമിനേഷൻ ജൂലൈ 2021 ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് എന്നുള്ള ഡിസ്കഷനിൽ വരുന്നത്. ഓക്കെ, നമ്മളെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഇത് നമ്മളെ എക്സാം പേപ്പർ വരുന്നത് 352 ആണ് സബ്ജക്റ്റിൻ്റെ കോഡ്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലാണ്. ഇത് എക്സാം 1 hour എക്സാമാണ്. ദെൻ മാക്സിമം 50 മാർക്കിൻ്റെ എക്സാമാണ്. ഇത് 50 മാർക്കിൻ്റെ 50 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം, നെഗറ്റീവ് മാർക്കില്ല. ആദ്യം ഫസ്റ്റ് ടൈമിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്ക് മാർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഒരു OMR മോഡലുള്ളൊരു A4 ഷീറ്റിൽ ബബിൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം, നെഗറ്റീവ് മാർക്ക് വരുന്നില്ല. ദെൻ 4 ചോയ്സ് ഉണ്ട്, അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എഴുതുക. ഒന്നിൽ കൂടുതൽ ആൻസർ ചെയ്യുകയാണെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യില്ല, മൈനസ് മാർക്ക് വരുന്നില്ല. ഇതാണ് ഇതിൽ വരുന്ന 2-4 കണ്ടീഷൻസ്. ഓക്കെ, ദെൻ ഇത് നമ്മളെ ബേസിക് ആയിട്ടുള്ള നമ്മളെ വീട്ടിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കോഴ്സ് വൈവിങ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള എൻ്റയർ ടോപ്പിക്കാണ് ഇതിൽ വരുന്നത്. ബേസിക് ആയിട്ടുള്ള മെക്കാനിക്കലിൻ്റെ സബ്ജക്റ്റിനെ കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ, ബേസിക് ആയിട്ടുള്ള കുറച്ചൊരു ഐഡിയ നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു പേപ്പറാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ബേസിക് ഇക്വേഷൻസും ബേസിക് കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെക്കുക. അത് വെച്ചിട്ടാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. ദെൻ അഡീഷണൽ ആയിട്ടൊരു ഫസ്റ്റത്തെ ഒരു 10 ക്വസ്റ്റ്യൻസ് മാത്സിൻ്റെയും ബേസിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റലുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കുറച്ച് കോമൺ പേപ്പറുകളാണ് വരുന്നത്. അതിലെ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ വരുന്ന 11 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പ്യുവർലി മെക്കാനിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ആദ്യത്തെ പാർട്ട് A ആണ്. അത് കോമൺ കോഴ്സാണ്. 10 ക്വസ്റ്റ്യൻസും മാത്സും ജനറൽ ആയിട്ടുള്ള വരുന്ന സബ്ജക്റ്റുകളാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് യൂണിറ്റ് നോർമൽ ടു ദ സർഫസ് Z = Y ഇൻ ദി പോസിറ്റീവ് ഡയറക്ഷൻ ഈസ്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ 4 ചോയ്സുകളുണ്ട്. ഫസ്റ്റ് ചോയ്സ് J+K, ബി ചോയ്സ് വരുന്നത് -J-K, ഓപ്ഷൻ C J-K, ദെൻ ഓപ്ഷൻ D -J+K. ഈ 4 ഓപ്ഷൻസുകളാണ് വരുന്നത്. ദെൻ ഇതിൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള ആൻസറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പക്ഷെ കീയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓപ്ഷൻ എയും ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഇതിലേത് ആൻസർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതിൽ കറക്റ്റ് ആൻസറാണ്. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാലും അതിന് ഫുൾ മാർക്ക്, 1 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ദ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y" പ്ലസ് 2y' പ്ലസ് y = e⁻x ഈസ്. ഈ ഒരു ഫംഗ്ഷനിലെ പർട്ടിക്കുലർ ഇൻ്റഗ്രലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ദെൻ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മാത്സിൽ പഠിക്കുന്നുണ്ട്. ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ =0 വരികയാണെങ്കിൽ അതിന് വെറും കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഉണ്ടാവില്ല. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാൻ എന്ത് ചെയ്യണം? ഈ ഒരു ഫംഗ്ഷനിൽ നമ്മൾ y" എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d²y/dx² എന്നുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ട് വൈൻ്റെ വാല്യൂ ലെഫ്റ്റ് സൈഡിലും റിമൈനിങ് e⁻x താഴെ എന്ത് ചെയ്യണം? ഈ ഒരു ഫംഗ്ഷനിലേക്ക് ക്യാപിറ്റൽ ലെറ്റർ ഡിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ആ ഒരു കൺവേർഷനിൽ ഞാൻ എല്ലാ സ്റ്റെപ്പിലേക്കും പോകുന്നില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ e⁻x ഡിനോമിനേറ്ററിൽ വരും ആ ഫംഗ്ഷൻ. അത് y = നമുക്ക് e⁻x / d² + 2d + 1 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഈ d² + 2d + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d+1² ആണ്. ദെൻ അങ്ങനെ വരികയാണെങ്കിൽ y = e⁻x / d+1² വരികയാണെങ്കിൽ e⁻x താഴെ ഒരു ഫംഗ്ഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? e⁻ax എന്ന് പറഞ്ഞ ജനറൽ ഒരു ഇക്വേഷൻ ഉണ്ട്. അതിൽ a ൻ്റെ വാല്യൂ ഇവിടെ 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ വരുന്ന d+1
ഹോൾ സ്ക്വയറിന് ഡീന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇ റേസ് ടു വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ ഡി പ്ലസ് 1 പകരം 1 പ്ലസ് 1 സ്ക്വയർ വരും എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ. അപ്പോൾ ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ 2 സ്ക്വയർ മീൻസ് 4. അപ്പോൾ ആൻസർ എന്താണ് വരുന്നത്? ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ 4. ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി എ വരുന്നത് ഇ റേസ് ടു എക്സ് ബൈ 2, ഓപ്ഷൻ ബി ഇ റേസ് ടു എക്സ് ബൈ 3 ഉണ്ട്, ഓപ്ഷൻ സി ഇ റേസ് ടു എക്സ് ബൈ 4 ഉണ്ട്, ഓപ്ഷൻ ഡി ഇ റേസ് ടു എക്സ് ബൈ 6 ഉണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ 4 ആണ്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് the straight line which are drawn from various point on the contour of an object to meet a plane are called as, first option connecting lines, second one projectors, third C option perpendicular lines, D option hidden lines. അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ ബി ആണ് വരുന്നത്, പ്രൊജക്ടേഴ്സ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, വേർ ഡു ദ പ്രൊജക്ഷൻ ലൈൻസ് കൺവേർജ് ഇൻ എ പെർസ്പെക്റ്റീവ് സ്കെച്ച്? അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എ ദ ഹൊറിസോൺ ലൈൻ, ഓപ്ഷൻ ബി ദ ഗ്രൗണ്ട് ലൈൻ, ഓപ്ഷൻ സി ദ വാനിഷിംഗ് പോയിന്റ്, ഓപ്ഷൻ ഡി ദ ഐ പോയിന്റ്. ഇതിലുള്ള കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ദ വാനിഷിംഗ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഗ്രാഫിക്സിൽ വരുന്ന ഏരിയ ആണ്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വരുന്നത് ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ് സ്റ്റാറ്റസ് ദാറ്റ് when a force act upon a body its effect is. ആ എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്, അതിൻ്റെ ഒരു നേച്ചർ എന്താണെന്നുള്ളത്. ഓപ്ഷൻ എ സെയിം അറ്റ് എവരി പോയിന്റ് ഇൻ ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ, ഓപ്ഷൻ ബി സെയിം അറ്റ് എവരി പോയിന്റ് ഓഫ് ദ ബോഡി അലോങ് എനി ഡയറക്ഷൻ, ഓപ്ഷൻ സി ഡിഫറെൻറ്റ് അറ്റ് ഡിഫറെൻറ്റ് പോയിന്റ് ഇൻ ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ, ഡി ഓപ്ഷൻ നള്ളിഫൈഡ് ബൈ ദ ഇൻറ്റേർണൽ ഫോഴ്സ് പ്രസൻറ്റ് ഇൻ ദി ബോഡി ഓൾറെഡി. അതിലുള്ള കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സെയിം അറ്റ് എവരി പോയിന്റ് ഇൻ ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ. ഓക്കെ, അപ്പോൾ ലൈൻ ഓഫ് ആക്ഷനിലെ കറസ്പോണ്ടിങ് ആയിട്ടാണ് അത് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് സിക്സ്ത് ക്വസ്റ്റ്യൻ, എ ഫ്രീ ബോഡി ഡയഗ്രാം ഷുഡ് കണ്ടെയ്ൻ ഓൾ ദ എക്സ്റ്റേണൽ ഫോഴ്സസ്, സപ്പോർട്ട് റിയാക്ഷൻസ് ആൻഡ് ദി ഡാഷ് ഓഫ് ദ ബോഡി അണ്ടർ കൺസിഡറേഷൻ. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എ ഇൻറ്റേർണൽ ഫോഴ്സസ്, ഓപ്ഷൻ ബി ഇൻറ്റേർണൽ മൊമെൻറ്റ്സ്, സി സെൽഫ് വെയ്റ്റ് ഓഫ് ദി ബോഡി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സെൽഫ് വെയ്റ്റ് ഓഫ് ദി ബോഡി. ദെൻ സെവൻത്ത് ക്വസ്റ്റ്യൻ, വാട്ട് മേക്സ് ദ ബെസ്റ്റ് പ്രാക്ടീസ് അവൈലബിൾ ടു എവരി വൺ thereby ensuring efficiency and safety? അതിൽ ഓപ്ഷൻ എ ഡ്രോയിങ്സ്, ഓപ്ഷൻ ബി സ്റ്റാൻഡേർഡ്സ് ആൻഡ് കോഡ്സ്, ഓപ്ഷൻ സി ടോളറൻസ് ലിമിറ്റ്, ഓപ്ഷൻ ഡി മെറ്റീരിയൽ കോസ്റ്റ്. അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് സ്റ്റാൻഡേർഡ്സ് ആൻഡ് കോഡ്സ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എയ്ത്ത് ക്വസ്റ്റ്യൻ, which of the following components in a house of quality drives the entire QFD process? അതിൽ ഓപ്ഷൻ എ roof metrics, option B product characteristics, option C relationship metrics, option D customer requirements. അതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കസ്റ്റമർ റിക്വയർമെൻറ്റ്സ്. നെക്സ്റ്റ് നയൻത്ത് ക്വസ്റ്റ്യൻ, biodiversity cannot be conserved by option A seed bank, option B deforestation, option C botanical garden, option D cryopreservation. ദെൻ ഇതിലുള്ള കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, deforestation. ദെൻ 10th question, which of the ISO 14000 series of standards focused on life cycle assessment? അതിൽ വരുന്നത് ലൈഫ് സൈക്കിൾ അസസ്മെൻറ്റിൽ ഏതിൽ വരുന്നത് 14000 എന്നാണ് ക്വസ്റ്റ്യന്.
അതിൽ ഓപ്ഷൻ എ 14,010, ഓപ്ഷൻ ബി 14,020, ഓപ്ഷൻ സി 14,013, ഓപ്ഷൻ ഡി 14,040. അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് 14,040 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് പാർട്ട് ബിയിലാണ് എന്ന് പറഞ്ഞാൽ കോർ പേപ്പറാണ്. മെക്കാനിക്കലാകുമ്പോൾ മെക്കാനിക്കലിൻ്റെ കോർ പേപ്പറാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 50ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഇനി നമുക്ക് വരുന്നത് കോർ പേപ്പറാണ്. അതിന് പാർട്ട് ബി ആണ് വരുന്നത്. അതിൽ 11ാമത്തെ ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് മാക്സിമം സ്ട്രെസ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു സഡൻലി അപ്ലൈഡ് ലോഡ് ആൻഡ് ഡ്യൂ ടു ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്. ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1 ആണ് പറയുന്നത്, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി ഹാഫ്, ദാറ്റ് മീൻസ് 1/2, ഓപ്ഷൻ ഡി 4. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 ആണ് കറക്റ്റ് ആൻസർ. ദെൻ 12th ക്വസ്റ്റ്യൻ, സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഓപ്ഷൻ എ GJ, ഓപ്ഷൻ ബി 1/GJ, ഓപ്ഷൻ സി 1/GJ the whole square, ഓപ്ഷൻ ഡി GJ the whole square. ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1/GJ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC മറ്റു എക്സാമിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണിത്. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ ഒക്കേഴ്സ് ഓൺലി ഇൻ ഓപ്ഷൻ എ കാൻഡിലിവർ ബീം, ഓപ്ഷൻ ബി സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഓപ്ഷൻ സി കണ്ടിന്യൂസ് ബീം, ഓപ്ഷൻ ഡി ഓവർ ഹാങ്ങിങ് ബീം. ഈ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെൻഡ് മൊമെൻറ്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രം ഒക്കെ വരയ്ക്കുമ്പോൾ ബെൻഡ് മൊമെൻറ്റ് ഡയറക്ഷൻ, അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എവിടെയാണ്? ഓവർ ഹാങ്ങിങ് ബീമിലാണ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഡി ആണ്, ഓവർ ഹാങ്ങിങ് ബീമിലാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ വരുന്നത്. ഓക്കെ, ദെൻ 14th ക്വസ്റ്റ്യൻ, ഇഫ് ദ ഡെപ്ത് ആൻഡ് ലെങ്ത് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം സബ്ജക്റ്റഡ് ടു UDL over the whole span is double, then maximum bending stress in the beam is changed by a factor of, അതിൻ്റെ റേഷ്യോ ആണ്, അത് എത്ര ഫാക്ടറിലാണ് വരുന്നതെന്നാണ്. ഓപ്ഷൻ എ വരുന്നത് 4 ആണ്, ഓപ്ഷൻ ബി 1/4, ഓപ്ഷൻ സി 1/2, ഓപ്ഷൻ ഡി 1 ആണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 1 ആണ്. ദെൻ 15th ക്വസ്റ്റ്യൻ വരുന്നത്, ദ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി ഈസ് ഓൾസോ നോൺ ആസ്. ഇത് ഡിസൈനിൽ വരുന്ന, പിന്നെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഡിസൈനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഓപ്ഷൻ എ വരുന്നത് ബെൽട്രാമിൻസ് തിയറിയാണ്, ഓപ്ഷൻ ബി സെൻ വാനീസ് തിയറി, ദെൻ ഓപ്ഷൻ സി റാങ്കൈൻസ് തിയറി, ഓപ്ഷൻ ഡി വോൺ മിസിസ് തിയറിയാണ്. അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, റാങ്കൈൻസ് തിയറിയാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 16th. For a circular column having its ends hinged, the slenderness ratio is 160. The L/D ratio of the column is option A 80, option B 57, option C 40, ഓപ്ഷൻ ഡി 20. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, 40. നെക്സ്റ്റ് 17th ക്വസ്റ്റ്യൻ വരുന്നത്, ഇൻ മോർ സർക്കിൾ മെത്തേഡ് ഷിയർ സ്ട്രെസ് ആർ റെപ്രസെൻറ്റഡ് ഓൺ. ഇത് നമുക്ക് മോർ സർക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്ട്രെസ് ഡയഗ്രാം ഡ്രോ ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രിൻസിപ്പൽ സ്ട്രെസ്സിനൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഓപ്ഷൻ എ വരുന്ന എക്സ് ആക്സസ്, ഓപ്ഷൻ ബി വൈ ആക്സസ്, ഓപ്ഷൻ സി ഇസഡ് ആക്സസ്, ഓപ്ഷൻ ഡി XY പ്ലെയിൻ. കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വൈ ആക്സസിലൂടെയാണ് നമ്മൾ ഷിയർ സ്ട്രെസ് വരയ്ക്കുന്നത്. എക്സ് ആക്സസിൽ നമ്മൾ നോർമൽ സാധാ സ്ട്രെസ്സാണ് ഡ്രോ ചെയ്യുന്നത്. ദെൻ 18th ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോം ദ ബേസിക്സ് ഓഫ് ദ മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മെഷർമെൻറ്റ്സ് വരുന്നത് ഇതിൽ ഏത് ലോക്കാണ്? അതുപോലെ ഫസ്റ്റ് ഓപ്ഷൻ എ വരുന്നത് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ബി വരുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സി വരുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഡി വരുന്നത് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ നമുക്കറിയാം ഈ ഫസ്റ്റ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇക്വിലിബ്രിയത്തിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്.
ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ എന്താണ് പറയുന്നത്? ഫസ്റ്റ് ലോയിൽ വരുന്നത് ഹീറ്റ് വർക്കിനെ കുറിച്ചാണ് പറയുന്നത്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ വരുന്ന എൻട്രോപ്പിനെ കുറിച്ചാണ്. അങ്ങനെ വരുമ്പോൾ ഏതാണ്? സീറോത്ത് ലോയിലാണ് ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നെക്സ്റ്റ് 19th question. If value of a polytropic index n is infinitely large in a polytropic process, PV equal to എന്നുള്ള കോൺസ്റ്റന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇതിൽ PV raised to n പോളിട്രോപ്പിക് പ്രോസസ് ആണ്. PV raised to n equal to കോൺസ്റ്റന്റ് ആണ്. ഈ പ്രോസസ്സിന് n ഇൻഫിനിറ്റി ആണ്, ഈ പ്രോസസ്സിന് എന്താ പറയുക എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഐസോബാറിക്, ദെൻ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് ഐസോതെർമൽ എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ എ ഐസോകോറിക് പ്രോസസ്, ഓപ്ഷൻ ബി ഐസോബാറിക്, ഓപ്ഷൻ സി ഐസോതെർമൽ, ഐസെൻതാൽപിക് ആണ് ഓപ്ഷൻ ഡി വരുന്നത്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ ഏതായിരിക്കും കോൺസ്റ്റന്റ് വരുന്നത്? വോളിയാണ് കോൺസ്റ്റന്റ് വരുന്നത്. വോളിയം കോൺസ്റ്റന്റ് വരികയാണെങ്കിൽ ഐസോകോറിക് പ്രോസസ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദെൻ 20th question വരുന്നത് ദ ഡോർ ഓഫ് എ റണ്ണിംഗ് റെഫ്രിജറേറ്റർ ഇൻസൈഡ് ആൻ ഐസൊലേറ്റഡ് റൂം വാസ് കെപ്റ്റ് ഓപ്പൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ഓപ്ഷൻ എ the room will be cooled to the temperature inside the refrigerator. Option B, the room will be cooled very slightly. Option C, the room will be gradually warmed up. Option D, the temperature of the air in room will remains unaffected. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, the room will be gradually warmed up. Then 21st question. For which one of the following process the work done of the process is zero? Work done ഏതിലാണ് സീറോ വരുന്നത്? അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഏത് പ്രോസസ്സാണ് n equal to ഇൻഫിനിറ്റി വരികയാണെങ്കിൽ കോൺസ്റ്റൻറ്റ് വോളിയാണ്. കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൽ വർക്ക് ഡൺ അപ്പോൾ സീറോ ആണ്, ദാറ്റ് മീൻസ് ഏരിയ സീറോ ആണ്. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് വോളിയം ആണെങ്കിലും ഏതാണ് വർക്ക് ഡൺ സീറോ ആണ്. ഫ്രീ എക്സ്പാൻഷനിലാണെങ്കിൽ ത്രോട്ടിലിങ്ങിലൊക്കെ ആണെങ്കിൽ വർക്ക് ഡൺ എന്താ വരുന്നത്? സീറോ വരുന്നത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ എയും ബിയും സി എല്ലാം കറക്റ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഓൾ ഓഫ് ദി അബവ്. ഓക്കെ. ദെൻ 22 ക്വസ്റ്റ്യൻ നമ്പർ 22ൽ ഇൻ വിച്ച് കണ്ടീഷൻ ദ റിയൽ ഗ്യാസ് ബിഹേവ് ഡീവിയേറ്റ്സ് ഫ്രം ദി ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ? അതിൽ ഡീവിയേഷൻ വരുന്നത് ഏത് പോയിന്റിലാണ്, ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? ഓപ്ഷൻ എ pressure is very low and temperature is very high. Option B, pressure is very high and temperature is low. Option C, pressure is very high and temperature is very high. Both are very high. Then option D വരുന്നത് pressure is very low and temperature is very low. The correct answer വരുന്നത് ഓപ്ഷൻ ബി ആണ്, pressure is very high and temperature is low. Then 23rd question. Bohm calorimeter is used to find the calorific value of dash. Bohm calorimeter ഏതിൻ്റെ calorific value find out ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? സോളിഡ് ഫ്യൂവൽ, ലിക്വിഡ് ഫ്യൂവൽ, ഗ്യാസസ് ഫ്യൂവൽ, ഓൾ ഓഫ് ദി ഫ്യൂവൽ, ദാറ്റ് മീൻസ് ഓൾ ഓഫ് ദി അബവ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ സോളിഡ് ഫ്യൂവൽ യൂസ് ചെയ്യുന്നുണ്ട്, അതേ രീതിയിൽ ഓപ്ഷൻ ബി ലിക്വിഡ് ഫ്യൂവൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ എയും ബിയും കറക്റ്റ് ആൻസറാണ് ഇവിടെ. ദെൻ 24 വരുന്നത് ക്വസ്റ്റ്യൻ ദ ഫോഴ്സ് എക്സർട്ടഡ് ബൈ എ ജെറ്റ് ഓഫ് എ വാട്ടർ ഓൺ എ മൂവിങ് വെർട്ടിക്കൽ പ്ലേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ പ്ലേറ്റ് ഈസ് ഗിവൺ ബൈ. ഇത് നമ്മൾ ഹൈഡ്രോളിക്സിൽ പഠിക്കുന്നുണ്ട്. ഒരു പ്ലേറ്റിൽ മൂവിങ് ആയിട്ടുള്ള പ്ലേറ്റിലേക്ക് വാട്ടർ ജെറ്റ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു വെലോസിറ്റിയും പ്ലേറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയും. ദെൻ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഫോഴ്സ് ആണ്. ഫോഴ്സ് പറഞ്ഞാൽ റോ വി സ്ക്വയർ ആണ്, നമുക്കറിയാം ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ റോ വി സ്ക്വയർ ആണ്, ഓപ്ഷൻ ബി റോ എ വി ക്യൂബ് ആണ്, ഓപ്ഷൻ സി റോ എ വി മൈനസ് യു സ്ക്വയർ ആണ്, ഓപ്ഷൻ ഡി വരുന്ന റോ എ വി മൈനസ് യു ഹോൾ ക്യൂബ് ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് അതിൽ വരുന്ന ഇക്വേഷൻ ശരിക്കും ഏതാ? റോ എ വി സ്ക്വയർ ആണ്. പക്ഷേ ഇത് ഇവിടെ നമ്മൾ പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ട്, ദാറ്റ് മീൻസ് രണ്ട് വെലോസിറ്റി വരുന്നുണ്ട്, വിയും യുവും വരുന്നുണ്ട്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? റോ എ വി മൈനസ് യു സ്ക്വയർ ആണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്.
ഇനി പ്ലേറ്റ് ഫിക്സഡ് ആണെങ്കിൽ റോ എ വി സ്ക്വയർ, അങ്ങനെ പല രീതിയിലുള്ള ഇക്വേഷനാണ്. ഇത് നമ്മൾ പല ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട് അതിൽ. ദെൻ 25th എന്ന് cavitation damage in turbine runner occur near the option A inlet on the convex side of the blade, option B outlet on the convex side of the blade, option C inlet on the concave side of the blade, option D outlet on the concave side of the blade. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഔട്ട്ലെറ്റ് ഓൺ ദി കോൺവെക്സ് സൈഡ് ഓഫ് ദി ബ്ലേഡ്. 26th question, what will happen if requirement of net positive section head NPSH for a given pump are not satisfied? Well, option A, the pump will get cavitated. Then option B വരുന്നത് the pump will consume more power. Option C, the pump will not develop head. Option D, the pump will have a low efficiency. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, the pump will get cavitated. 27th question, in a reciprocating pump the air vessel are used for which of the following purpose? ഏത് പർപ്പസിനാണ് പിന്നെ എയർ വെസൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, ടു ഗെറ്റ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ലിക്വിഡ് അറ്റ് യൂണിഫോം റേറ്റ്. ഓപ്ഷൻ ബി, to save the power required to drive the pump. Option C, to run the pump at much higher speed without any danger of the separation. അപ്പോൾ നമ്മൾ ഇതിൽ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് 3 ഓപ്ഷൻ കറക്റ്റാണ്. അതുകൊണ്ട് ആൾ ഓഫ് ദി അബോവ്, ദാറ്റ് മീൻസ് ഡി, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് 28th question, the most efficient method of compressing air is to compress it. ഏതാണ് എഫിഷ്യൻറ്റ് മെത്തേഡ്? ഫസ്റ്റ് ഓപ്ഷൻ എ ഐസോതെർമലി, ദെൻ ഓപ്ഷൻ ബി അഡയബാറ്റിക്കലി, ഐസോട്രോപ്പിക്കലി ആണ് ഓപ്ഷൻ സി, ദെൻ ഡി ഐസോകോറിക്കലി. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഐസോതെർമലി ആണ്. ദെൻ 29th question, റോട്ടറി കംപ്രസർ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്. റോട്ടറി കംപ്രസർ ഏതൊക്കെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്? ഓപ്ഷൻ എ ഡിസ്പ്ലേസ്മെൻറ്റ് കംപ്രസർ, ഓപ്ഷൻ ബി സ്റ്റഡി ഫ്ലോ കംപ്രസർ, ഓപ്ഷൻ സി ബോത്ത് ഓഫ് എബോവ് മെൻഷൻഡ്, നൺ ഓഫ് ദി എബോവ് മെൻഷൻഡ്, ഓപ്ഷൻ ഡി. ഈ 2 ടൈപ്പും വരുന്നുണ്ട്. ദാറ്റ് മീൻസ് കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ബോത്ത് ഓഫ് ദി എബോവ് മെൻഷൻഡ്. ദെൻ 30th question, ക്രിട്ടിക്കൽ റിസോൾവ്ഡ് ഷിയർ സ്ട്രെസ് CRSS ഈസ് ദി dash stress required for plastic deformation to be initiated. ഓപ്ഷൻ എ മാക്സിമം സ്ട്രെസ് ആണ്, അല്ലെങ്കിൽ മിനിമം, ബി മിനിമം, സി ആവറേജ്, ഡി ഓപ്ഷൻ നൺ ഓഫ് ദി അബോവ്. അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മിനിമം സ്ട്രെസ് റിക്വയർഡ് ഫോർ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ. ദെൻ 31, ഹാൾ പെഡ്ജ് റിലേഷൻഷിപ്പ് സ്റ്റേറ്റ് ദ relation between stress and option A grain shape, option B grain orientation, option C grain boundary, option D grain size. അതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗ്രെയിൻ സൈസ്. നെക്സ്റ്റ് 32 question, യൂട്ടറ്റോയിഡ് കോമ്പോസിഷൻ ഇൻ അയൺ കാർബൈഡ് ഫേസ് ഡയഗ്രാം ഒക്കർ അറ്റ്. ഏതിലാണ് യൂട്ടറ്റോയിഡ് കോമ്പോസിഷൻ നടക്കുന്നത്? അയൺ കാർബൈഡ് ഡയഗ്രത്തിൽ ഓപ്ഷൻ എ 0.76 weight percentage of the carbon, option B 2.13 weight percentage of the carbon, option C 4.1 weight percentage of the carbon, option D 1.2 weight percentage of the carbon. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 0.76 weight percentage of the carbon. 33, question number 33, higher the degree of deformation, recrystallization temperature is dash. Option A higher, option B lower, option C no effect, option D either higher or lower. അതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ലോവർ. നെക്സ്റ്റ് question number 34, factors affecting
ഫാറ്റിഗ് ആർ ഫാറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ എന്തൊക്കെയാണ്? ഇവിടെ ഓപ്ഷൻ എ സ്ട്രെസ് കോൺസെൻട്രേഷൻ, ഓപ്ഷൻ ബി റെസിഡ്യൂവൽ സ്ട്രെസ്, ഓപ്ഷൻ സി സർഫസ് റഫ്നെസ്, ഡി ഓൾ ഓഫ് ദി അബോവ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി അബോവ് ആണ്. കാരണം സ്ട്രെസ് കോൺസെൻട്രേഷനും റെസിഡ്യൂവൽ സ്ട്രെസ്സും സർഫസ് റഫ്നെസ് എല്ലാം ഫാറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ദെൻ 35 ക്വസ്റ്റ്യൻ നമ്പർ 35 വരുന്ന ഗ്രിഫ്ത് തിയറി ഈസ് ഫോർ. എന്താണ് ഗ്രിഫ്ത് തിയറി എന്നുള്ളതാണ് ഫസ്റ്റ്. അത് ഏതിലാണ് യൂസ് ചെയ്യുന്നത്? ദാറ്റ് മീൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഡക്റ്റൈൽ ഫ്രാക്ചറിൽ, ബി ബ്രിട്ടിൽ ഫ്രാക്ചർ, ദെൻ ഓപ്ഷൻ സി ക്ലിവേജ് ആണ്, ദെൻ ഓപ്ഷൻ ഡി ഡിഫോർമേഷൻ. അതിൽ ബെസ്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബ്രിട്ടിൽ ഫ്രാക്ചർ. ദെൻ 36 ക്രീപ്പ് ഒക്കേഴ്സ് ഡ്യൂ ടു ഡാഷ്. ഓപ്ഷൻ എ കോൺസ്റ്റന്റ് ലോഡ്, ഓപ്ഷൻ ബി വേരിയിങ് ലോഡ്, ഓപ്ഷൻ സി ഗ്രാജുവൽ ലോഡ്, ഓപ്ഷൻ ഡി ഇമ്പാക്റ്റ് ലോഡ്. അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് കോൺസ്റ്റന്റ് ലോഡാണ്, ഓപ്ഷൻ എ കോൺസ്റ്റന്റ് ലോഡ്. 7th question, given alpha is the bend angle in radians, r is the capital letter R is the bend radius, capital letter T is the sheet thickness, and K is the constant related to bending. Then equation for the bend allowance is option A alpha square into R plus KT, option B alpha into R minus KT, option C alpha square into R minus KT, option D alpha into R plus KT. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ആൽഫ ഇൻറ്റു ആർ പ്ലസ് കെ ടി. ദെൻ 38th question, an expandable pattern is used in dash. ഏത് ടൈപ്പിലാണ് കാസ്റ്റിങ്ങിലാണ് എക്സ്പാൻഡബിൾ പാറ്റേൺ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ സ്ലഷ് കാസ്റ്റിംഗ്, ഓപ്ഷൻ ബി സ്ക്യൂസ് കാസ്റ്റിംഗ്, ഓപ്ഷൻ സി സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്, ഓപ്ഷൻ ഡി ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ്. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് ആണ്. ദെൻ 39 സെറാമിക് ഫെറ്റ്യൂൾസ് ആർ യൂസ്ഡ് ഇൻ ഡാഷ്. ഏത് ടൈപ്പിലാണ് വെൽഡിങ്ങിലാണ് സെറാമിക് ഫെറ്റ്യൂൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ടിഗ് വെൽഡിംഗ്, ഓപ്ഷൻ ബി സ്റ്റഡ് വെൽഡിംഗ്, ഓപ്ഷൻ സി ആർക്ക് വെൽഡിംഗ്, ഓപ്ഷൻ ഡി പ്രിക്യൂഷൻ വെൽഡിംഗ്. അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സ്റ്റഡ് വെൽഡിംഗ്. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 40. The major problem in hot extrusion is option A design of die, option B design of punch, option C wear and tear of die, option D wear and tear of punch. അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡിസൈൻ ഓഫ് ഡൈ. 41 ക്വസ്റ്റ്യൻ നമ്പർ 41 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് റോളിംഗ് മിൽ. റോളിംഗ് മിൽ അല്ലാത്ത ഏത് പ്രോസസ്സാണ്? ഓപ്ഷൻ എ സെപ്പറേഷൻ റോളിംഗ് മിൽ, ഓപ്ഷൻ ബി 3 ഹൈ റോളിംഗ് മിൽ, ഓപ്ഷൻ സി ക്ലസ്റ്റർ റോളിംഗ് മിൽ, ഓപ്ഷൻ ഡി ടാൻഡം റോളിംഗ് മിൽ. അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സെപ്പറേഷൻ റോളിംഗ് മിൽ. Then next 42 question number 42 jig is a device used to dash. Question number 42 and first option A locate and clamp the workpiece and guide the tool, option B clamp the workpiece, option C locate the workpiece, option D hold the cutting tool. അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ locate and clamp the workpiece and guide the tool. Then 43 question number 43 the acetylene cylinder is filled with dash for stabilizing the gas. Option A calcium carbonate, option B calcium oxide, option C acetone, option D acetylene. The correct answer option C ആണ്, acetone ആണ്. 44 question number 44 a man is climbing upon a ladder. When he was halfway up he started slipping. The path traced by the man is option A parabola, option B hyperbola, option C circle, option D ellipse. അപ്പോൾ
കറക്റ്റ് ആൻസർ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, സർക്കിളാണ്. Then 45, question number 45. In a cam follower motion, the follower has constant acceleration when it's moved with. ഇത് ക്യാം ഫോളോവറിൻ്റെ ക്യാം ഗിയറിലൊക്കെ ഏരിയയാണ് ഇനി വരുന്നത്. അതിൽ ഓപ്ഷൻ എ വരുന്ന സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഓപ്ഷൻ ബി സൈക്ലോയിഡൽ മോഷൻ, ഓപ്ഷൻ സി പോളിനോമിയൽ മോഷൻ, ഓപ്ഷൻ ഡി പരാബോളിക് മോഷൻ. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ചോദിച്ചിട്ടുള്ള സിമ്പിൾ ഹാർമോണിക് മോഷനിലെ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ അല്ല, വേരിയബിൾ ആയിട്ടാണ് വരുന്നത്. സൈക്ലോയിഡൽ ടൈപ്പിലും സെയിം പോളിനോമിയലും ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ വെച്ചിട്ടാണ്. കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ മീൻസ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഡയഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ഫിഗർ വരുന്നത് കറക്റ്റ് ആൻസർ ഏതാണ്? പരാബോളിക് മോഷനാണ് അവിടെ വരുന്നത്. ദെൻ 46. ദ സൈസ് ഓഫ് ക്യാം ഡിപ്പെൻഡ് ഓൺ. ക്യാമിൻ്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഏത് ബേസ് ചെയ്തിട്ടാണ്? അതൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻ എ പ്രൈം സർക്കിൾ, ഓപ്ഷൻ ബി ക്യാം സർക്കിൾ, ഓപ്ഷൻ സി പിച്ച് സർക്കിൾ, ഓപ്ഷൻ ഡി ബേസ് സർക്കിൾ. ഏതാണ് കറക്റ്റ് ആൻസർ? ഇപ്പോൾ നമ്മൾ ക്യാം ഡ്രോയിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് ബേസ് സർക്കിൾ വെച്ചിട്ടാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസ് സർക്കിൾ വെച്ചിട്ടാണ്. ബേസ് സർക്കിളാണ് ക്യാമിൻ്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ. 47. Increase in center distance between gears with involute profile result in dash. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഗിയറിൻ്റെ സെൻറ്റർ നമ്മൾ ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഓട്ടോമാറ്റിക് അതിൻ്റെ ഓരോ ഗിയേഴ്സിൻ്റെ ഡയമീറ്റർ കൂടുന്നു. ഡയമീറ്റർ കൂടുകയാണെങ്കിൽ പ്രഷർ ആംഗിളിലെ വേരിയേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പറയുന്നത് ഇൻക്രീസ് ഓഫ് പ്രഷർ ആംഗിൾ, ഓപ്ഷൻ ബി ഡിക്രീസ് ഓഫ് പ്രഷർ ആംഗിൾ, സി ഡസ് നോട്ട് ചേഞ്ച് ദ പ്രഷർ ആംഗിൾ, ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ ഇങ്ങനെ വരും. ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഡയമീറ്റർ കൂടും, അതിൻ്റെ പ്രൊഫൈൽ പ്രഷർ ലൈന് ഇതിലുള്ള വേരിയേഷൻ വരും. പ്രഷർ ലൈന് വേരിയേഷൻ എന്ത് ചെയ്യും? കൂടി വരുമ്പോൾ ആംഗിൾ എന്ത് ചെയ്യും? ഇൻക്രീസ് ഓഫ് പ്രഷർ ആംഗിൾ, പ്രഷർ ആംഗിൾ കൂടി വരും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 48 ക്വസ്റ്റ്യൻ, അതും ഗിയറിൽ വരുന്നതാണ്. ഇത് ചെറിയ പ്രോബ്ലം ആണ്. 2-3 പ്രോബ്ലം ഒക്കെ മേ ബി ചോദിക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് തിയറി കാര്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെയാണ് ഇതിൽ ചോദിക്കാറുള്ളത്. ഇത് ചെറിയ രീതിയിൽ സിമ്പിൾ പ്രോബ്ലം ആണ്. 2 gears, gear A and B with equal number of teeth. രണ്ടിനും ഈക്വൽ നമ്പർ ഓഫ് ടീത്ത് ആണ്. അപ്പോൾ ടി എ ടി ബി എന്ന് പറഞ്ഞ് കൊടുക്കുക. രണ്ടും ഈക്വൽ ആണ്. അത് ക്യാപിറ്റൽ ലെറ്റർ ടി പറഞ്ഞിട്ട് കൊടുത്താലും മതി. മെഷ് ആൻഡ് കണക്റ്റഡ് ബൈ ആൻ ആം റൊട്ടേറ്റിംഗ് 1 RPM. ആം റൊട്ടേറ്റ് ചെയ്യണം. ഇതിന് രണ്ടിനെ കണക്ട് ചെയ്യുന്ന ആം റൊട്ടേറ്റ് ചെയ്യുന്നത് 1 RPM-ലാണ്. ദെൻ ഗിയർ എ ഫിക്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഗിയർ ബിൻ്റെ റൊട്ടേഷൻ എത്രയാണ്? ഇത് നമ്മൾ പിന്നെ റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡോ അതല്ലെങ്കിൽ ടാബ്ലർ മെത്തേഡിലോ വെച്ചിട്ട് എന്ത് ചെയ്യുക? ടേബിൾ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അങ്ങനെ ടേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗിയർ എയിൻ്റെ വേരിയബിൾ എക്സ് പ്ലസ് വൈയും ഗിയർ ബിൻ്റെത് വൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ആം ഇവിടെ നമുക്ക് റൊട്ടേഷൻ പ്ലസ് 1 വന്നിട്ടുള്ളത്. അപ്പോൾ വൈ ആമിൻ്റെ റൊട്ടേഷൻ വൈ എന്ന് പറഞ്ഞു 1 RPM വരും. അപ്പോൾ വൈ ഈക്വൽ ടു 1. ദെൻ ഗിയർ എ ഫിക്സ്ഡ് ആണ്. ഗിയർ എ ഫിക്സ്ഡ് മീൻസ് ഗിയർ എയിൻ്റെ ഫംഗ്ഷൻ ഇക്വേഷൻ വരുന്ന എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 വരും. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു -1, y ഈക്വൽ ടു എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? y ഈക്വൽ ടു -1 വരും. സോറി, y ഈക്വൽ ടു 1 ഓൾറെഡി നമ്മൾ ആമിൻ്റെ സ്പീഡിൽ y ഈക്വൽ ടു 1 കൊടുത്തു. എക്സ് ആണ് ഇവിടെ -1 കിട്ടും. അപ്പോൾ നമ്മൾ ബീൻ്റെ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ y മൈനസ് എക്സ് ആണ്. അപ്പോൾ എക്സിന് -1 വരുമ്പോൾ y ഓൾറെഡി 1 ആണ്. 1 മൈനസ് -1 വരും. അപ്പോൾ 1 മൈനസ് 1 മീൻസ് 1 പ്ലസ് 1. 1 പ്ലസ് 1 മീൻസ് 2 ആണ്. ഓപ്ഷൻസ് 1 വരുന്നുണ്ട് എ, ബി 3 വരുന്നുണ്ട്, സി 2 വരുന്നുണ്ട്, ഡി 4. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? 2 ആണ്. 2 മീൻസ് ഓപ്ഷൻ സി ആണ് 2 കിട്ടിയിട്ടുള്ളത്. ക്ലിയർ? നെക്സ്റ്റ് 49. ദ ഗിയർ ട്രെയിൻ യൂഷ്വലി എംപ്ലോയ്ഡ് ഇൻ ക്ലോക്ക് ഈസ് എ. ഓപ്ഷൻ എ സിമ്പിൾ ഗിയർ ട്രെയിൻ, ഓപ്ഷൻ ബി സൺ ആൻഡ് പ്ലാനറ്റ് ഗിയർ ട്രെയിൻ, ഓപ്ഷൻ സി റിവേർട്ടഡ് ഗിയർ ട്രെയിൻ, ഓപ്ഷൻ ഡി ഡിഫറൻഷ്യൽ ഗിയർ ട്രെയിൻ. അപ്പോൾ ആൻസർ കറക്റ്റ് വന്നിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. Then 15th last question. The synthesis of a mechanism deals with option A the determination of input and output angle of mechanism, option B the determination of dimension of the link in a mechanism, option C the determination of displacement, velocity and acceleration of the link in a mechanism, option D none of the above. Correct answer വരുന്നത് ഓപ്ഷൻ സി ആണ്.
the determination of displacement velocity and acceleration of the link in a mechanism. അപ്പോൾ ഇതാണ് 50 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് കോംപ്രഹെൻസീവ് എക്സാമിന് ചോദിക്കാറുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.